ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഒരു അടിപൊളി ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ലെയേർഡായിട്ട് നല്ല സോഫ്റ്റായിട്ട് ശരിക്കും പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ വരുന്ന അടിപൊളി ചപ്പാത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. അതുപോലെ ഗസ്റ്റ് വരുമ്പോഴും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റിൽ ഈ ഒരു ചപ്പാത്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അതാണ്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിതാ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പൊടി എത്ര എടുക്കുന്നോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളവും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് അരച്ച് വരാം കേട്ടോ. അപ്പോൾ അരച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളം പോരാന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അളവൊന്നും പറയുന്നില്ല കേട്ടോ. കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പൂണ് ഞാൻ നിറച്ചും മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ ഇല്ലെങ്കിലും ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ ചോറ് അരച്ച് ചേർക്കുമ്പോൾ തന്നെ ഇത് നല്ലൊരു മയം കിട്ടും. പിന്നെ ഒന്നുകൂടി മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈദ എടുത്തത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലും അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാവരുടെയും മിക്സ് ആവുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ചോറ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് ചോറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഒരു പൊടിക്ക് ഇത്രയും ചോറ് മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ വെള്ളത്തിൽ തന്നെ ഈ ഒരു നമ്മുടെ അരച്ച ആ ഒരു മയത്തിൽ തന്നെ കുഴയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് പതിയെ കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു ലെവലിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് സ്മൂത്തായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വീതനയിൽ നമ്മൾ അടുക്കളയുടെ വീതനയിൽ തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വീതനയൊക്കെ വൃത്തിയായിട്ട് നമുക്ക് തുടച്ചെടുക്കണം. കൈയൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് നേരം കുഴച്ച് വെച്ചിട്ട് നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പാത്രത്തിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം. ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ എത്ര നേരം വയ്ക്കുന്നോ അത്രയും സോഫ്റ്റായി കിട്ടും. ഇത് 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതേപോലെ എല്ലാവരുടെയും ഇതൊക്കെ ആക്കി കൊടുത്തിട്ട് നമ്മുടെ ഓയിലൊക്കെ എല്ലാവരുടെയും ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാവ് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് വലിപ്പമുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ അങ്ങനെയാകാം. ഇതേപോലെ നമ്മൾക്ക് പരത്തിയെടുക്കാനുണ്ട് കേട്ടോ, മടക്കിയിട്ട്. അപ്പോൾ അതെങ്ങനെ പരത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ബോൾസ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ സാധാരണ പത്തിരിയും ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തുക. നന്നായിട്ട് എത്ര കനം കുറഞ്ഞ് പരത്താൻ പറ്റുന്നു അത്രയും കനം കുറഞ്ഞ് പരത്തുക. കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു ഭാഗം അപ്പുറത്തേക്ക് മടക്കി വയ്ക്കാം. പകുതി വരുന്ന രീതിയിൽ മടക്കി വയ്ക്കാം. ഇതേ ലെവലിലേക്കൊന്ന് നമുക്കൊന്ന് മടക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഇതേപോലെ തൂവി കൊടുത്തിട്ട് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ ലെയറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മടക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാവരുടെയും ഓയിലും പൊടിയും ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ലെയർ കറക്റ്റായി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് ഇനി അപ്പുറത്തും നമുക്ക് ഇതേപോലെ പൊടിയും അതേപോലെ തന്നെ ഓയിലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതേപോലെ അപ്പുറത്തും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡായിട്ടും ഒന്നുകൂടി മടക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ഇവിടെയും ഓയിലും അതേപോലെ പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെയറായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ലാസ്റ്റ് പിന്നെ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കരുത്. അപ്പോൾ ഒരു ഭാഗവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാം ഇതേപോലെ ചതുരത്തിലാക്കി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇനി അതെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാനുണ്ട്. അപ്പോൾ ഒരു
കയ്യിൽ ഫോണായതുകൊണ്ട് പരത്തുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. ഞാൻ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് എല്ലാവിടെയും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചെറിയൊരു കുമിളകൾ വരുന്ന സമയത്താണ് നമുക്ക് ഇതേപോലെ ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പൊങ്ങി വരില്ല, മയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്താണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഭാഗം മറിച്ചിട്ട ശേഷം മറ്റേ സൈഡൊന്ന് പൊങ്ങി വരുമ്പോൾ ഇതേപോലെ ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് അതേപോലെ ആ ഭാഗത്തും ഓയിൽ തേച്ച് കൊടുക്കുക. അങ്ങനെ ബാക്കി എല്ലാതും ഇതേപോലെ തന്നെ ചുട്ട് കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വരുന്നുണ്ട്. നല്ല ഇതുപോലെ നന്നായിട്ട് കിട്ടും, നമുക്ക് നന്നായിട്ട് തന്നെ ലെയറായിട്ടും കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ എല്ലാതും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചപ്പാത്തി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാവിടെയും നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇതേപോലെ കുറച്ച് നേരം ഒന്ന് ഒരു കളർ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. പെട്ടെന്ന് നമുക്ക് വേവിക്കാൻ പറ്റില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ട് എല്ലാവിടെയും നന്നായിട്ടൊന്ന് കളർ വരുന്ന രീതിയിൽ ഇതേപോലെ ആയി കിട്ടുമ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് ഒരു 2 3 ഒക്കെ വെച്ചിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ അടിക്കുന്ന പോലെ ഒന്ന് അടിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ 2 കൈ കൊണ്ട് അടിക്കുന്നതുകൊണ്ട് ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാഞ്ഞത്. നമ്മൾ പൊറോട്ടയൊക്കെ ചൂടോടെ അടിക്കുന്ന പോലെ അടിക്കുക. കണ്ടില്ല, നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് അടിച്ചിട്ടില്ലെങ്കിലും ഇതേപോലെ ലെയറായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. 2 3 വീതമാകുമ്പോൾ നമുക്കൊന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് എല്ലാവിടെയും ലെയറായിട്ട് കിട്ടും. നല്ല രസമുണ്ടാവും കഴിക്കാനായിട്ട്. നല്ലൊരു കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാം അതേപോലെ ലെയറായി കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.